അപ്പോൾ ആ രാവിലെ മുതൽ തുടങ്ങിയത് ഞാൻ വാർത്തകൾ കണ്ട് എന്ന് പറയുമ്പോൾ രാവിലെ വാർത്ത ഇട്ട് നോക്കിയപ്പോൾ എന്നെ പിന്നെ കോന്നിയിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഈ റിപ്പോർട്ടർ ചാനലിലൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ റിപ്പോർട്ടർ ചാനൽ ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ ഒരു കാര്യവും അതിൽ പറയാനുള്ളത് എല്ലാം അടൂർ പ്രകാശിനെ കുറിച്ചാണ്. അടൂർ പ്രകാശ് ബാംഗ്ലൂർ പോയി, എനിക്കെന്തോ ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് തന്നത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. ഒരു കവർ കൊണ്ട് തന്നു, സത്യാവസ്ഥയാണ്. ആ കവറിനകത്ത് ഉണ്ടായിരുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല? ആ കവറിനകത്ത് തന്നത് എന്തോ ഡേറ്റ്സോ അങ്ങനെയുള്ള ഏതോ സാധനമാണ് തന്നത്. ഞാൻ അവിടെ ഉള്ളവർക്ക് തന്നെ അത് കൊടുക്കുകയും ചെയ്തു. കാര്യം ഞാനിതൊന്നും അങ്ങനെ കൂടുതൽ ഉപയോഗിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് അപ്പം തന്നെ അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തു. അല്ല, അതൊക്കെ ചില ആളുകൾ ചില ആളുകളെന്നേ ഞാൻ പറയുന്നുള്ളൂ. ചില ആളുകൾ സെറ്റ് ചെയ്ത് വെച്ച് ഏതായാലും ഇന്ന് അത് റിപ്പോർട്ടർ ചാനൽ ഇത്രമാത്രം വേറെ ഒരു വിഷയവും ഇത് പ്രധാനമന്ത്രി കേരളത്തിൽ വരികയാണ്. പ്രധാനമന്ത്രി വരുന്ന കാര്യങ്ങളൊന്നും റിപ്പോർട്ടർ ചാനലിലില്ല. അടൂർ പ്രകാശ് മാത്രമേ ഉള്ളൂ ഇന്ന് രാവിലെ മുതൽ. പ്രധാനമന്ത്രി വരുന്ന കാര്യങ്ങളെക്കുറിച്ചോ അതേക്കുറിച്ച് യാതൊരു വാർത്തയും അല്ല. അത് ചിലപ്പോൾ ആകാം. പലപ്പോഴും ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ കോൺഗ്രസിനുള്ളിലുള്ളവരുമുണ്ട് അല്ലാതുള്ളവരുമുണ്ട് എന്ന് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. ഞാനതിനെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇന്ന ആളാണ് എൻ്റെ പിന്നിൽ എന്നതിനെക്കുറിച്ച്. ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷണം നടത്തി കണ്ടെത്തുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അത് കണ്ടെത്താനുള്ള അവസരം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആര് പറഞ്ഞു? ആ പോറ്റിയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോറ്റി ആരാണെന്നോ പോറ്റിയെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല. അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ അത്തരത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്.